സുദേവൻ കിടന്ന് ഓടുന്നുണ്ട് മോളെ. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങളൊന്നും ഒരു വഴിക്ക് എത്തുന്നില്ല. വീട്ടിലെ ചെലവും പിള്ളേരുടെ പഠിപ്പും ഒക്കെ ആയിട്ടേ. അപ്പോ പറ്റുന്ന എന്തെങ്കിലും ഞാനും ചെയ്യാമെന്ന് വെച്ചിട്ടാ. അല്ലാതെ പറ്റില്ലല്ലോ മോളെ. ഇവിടത്തെ അവസ്ഥ മോൾക്കും അറിയാവുന്നല്ലേ. മുത്തശ്ശി ഫോൺ വെച്ച്. മോളെ, മുത്തശ്ശി ഫോൺ വെക്കേ. ഹലോ ഹലോ, നിനക്കിപ്പോ സമാധാനം കിട്ടിയല്ലോ. കരഞ്ഞോണ്ടാ നന്ദിനി മോള് ഫോൺ കട്ട് ചെയ്തേ. ഇതിപ്പോ വിളിച്ചറിയിച്ചിട്ട് നിനക്ക് എന്ത് മനസ്സുഖ കിട്ടിയേ? കുടുംബത്തിന്റെ വരവും ചെലവും ഒക്കെ കുറച്ചു കാലം കഴിയുമ്പോഴേ നിനക്കൊക്കെ മനസ്സിലാവും. അപ്പോഴേ അതിന്റെ വേവറിയും. ആ കൊച്ചിനി കരഞ്ഞു ബഹളം വെക്കുമല്ലോ എന്റെ ദൈവമേ. നിന്റെ മുഖത്തിനെന്താ ഒരു കടുപ്പം? ഇയാൾ എന്തിനാ എന്റെ മുഖത്ത് നോക്കുന്നത്? ഇയാൾക്ക് നോക്കാനും കാര്യങ്ങൾ അന്വേഷിക്കാനും വേറെ ആളുകളൊക്കെ ഉണ്ടല്ലോ. ഓ ഓ ഓ ഓ അങ്ങനെ. എന്ത് പറ്റി? കൊച്ചമ്മമാരുടെ അടുത്ത് നന്ദിനിയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ നോക്കിയിട്ട് ഏറ്റില്ലല്ലേ? എന്നെ ഇയാൾ പഠിപ്പിക്കാൻ വരണ്ട. ഞാനിവിടെ ജോലി ചെയ്തിട്ട് തന്നെയാ ശമ്പളം മേടിക്കുന്നത്. എനിക്ക് ശമ്പളം തരുന്നവരോട് എനിക്കല്പം കൂറുണ്ടാവും. എന്താ രാജേട്ടാ ഒരു ശമ്പള കണക്കൊക്കെ? ഒന്നുമില്ല കൊച്ച. ഈ ജോലിക്കാര് തമ്മിൽ ശമ്പള കണക്കല്ലാതെ വേറെ എന്താ പറയാനുള്ളത്? സുമേച്ചിക്ക് എത്ര ശമ്പളം ചോദിച്ചു കേട്ടില്ലേ? സുമേച്ചിക്ക് മാസാമാസം ഇവിടുന്ന് എത്ര രൂപയാ ശമ്പളം കിട്ടുന്നേ?